പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണം എന്ന ആവശ്യവുമായി രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നും മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി. അഞ്ജന, എന്താണ് ഈ പരാതി കത്തിൽ പറയുന്നത്? സ്മൃതി, ഇന്ന് രാവിലെ ഏകദേശം ഒരു 10:30 കൂടിയാണ് അമ്മുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണാനായി ഇവിടെ എത്തിയത്. അമ്മുവിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് തുടക്കം മുതൽ കുടുംബം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി കുടുംബം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കാണാനായി കുടുംബം ഇപ്പോൾ പോയിരിക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ അമ്മുവിന്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത് ഈ മരണം ഒരു ആത്മഹത്യയല്ല എന്ന് തന്നെയാണ്. മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട്. അമ്മുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന സഹപാഠികൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് അമ്മുവിന്റെ അച്ഛൻ ആദ്യം മുതൽ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള അമ്മുവിന്റെ അച്ഛന്റെ സംശയങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ഒരു പരാതി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും അവർ പരാതി നൽകിയിട്ടുണ്ട്. അതിനുശേഷം തുടർ അന്വേഷണം ഉണ്ടാകുമെന്നാണ് അമ്മുവിന്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരാണെന്ന് തന്നെയാണ് അമ്മുവിന്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തങ്ങളുടെ മകളെ ദ്രോഹിച്ചവർ എന്തായാലും സമൂഹത്തിന് മുന്നിൽ വരണം, അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്നതാണ് അമ്മുവിന്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സ്മൃതി. ശരി, അഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്.